ഇന്നത്തെ എൻ്റെ എതിരാളി അർഹാൻ നന്ദികാടാണ്. പക്ഷേ അർഹാനോടൊപ്പം ഞാൻ കളിക്കില്ല. കാരണം കളിച്ചാൽ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഫിഡെ ഇൻ്റർനാഷണൽ റേറ്റഡ് പ്ലെയറാണ് അർഹാൻ. 5 വർഷവും 9 മാസവുമാണ് പ്രായം. നമുക്ക് അർഹാൻ്റെ കഥ കേൾക്കണ്ടേ? അർഹാൻ ചെസ് ലോകത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അത് അർഹാൻ്റെ ചേട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയ ചെസ് ബോർഡ്. ആ ചെസ് ബോർഡ് എനിക്ക് അത്യാവശ്യം മൂവ്സ് അറിയാം, ഒരുപാടൊന്നും അറിയില്ല, എന്നാലും കളിക്കണം എങ്ങനെയാണെന്നറിയാം. ഞാനും അവനോട് ചെസ് കളിക്കുന്ന സമയത്ത് അർഹാൻ വന്ന് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ആദ്യം നമുക്കറിയില്ല, ഇത് കൊച്ചുകുട്ടിയല്ലേ, അന്നൊരു 4 വയസ്സായിട്ടില്ല. അപ്പം നമ്മൾ പറയും മോനെ ഇത് കുഞ്ഞു കുട്ടികളുടെ കളിയല്ല, മോൻ കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ പകൽ ഈ ചെസ് ബോർഡ് എടുത്ത് വെച്ചിട്ട് അവൻ അമ്മയ്ക്ക്, എൻ്റെ അമ്മ വീട്ടിലുണ്ട്, അമ്മയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കും. അമ്മയെ കുതിര ഇങ്ങനെ ചാടും, ആന ഇങ്ങനെ പോകും എന്നൊക്കെ. അപ്പോഴാണ് അമ്മ പറഞ്ഞത് അവന് നല്ല താല്പര്യമുണ്ട്, നിങ്ങൾ അവനെ പ്രൊമോട്ട് ചെയ്യണം എന്ന്. എടപ്പള്ളിയിലൊരു കോഗ്നസ് അക്കാഡമി നമ്മൾ ആദ്യം പോയി, ശുഭ മാഡത്തിൻ്റെ അടുത്ത് ആദ്യം തുടങ്ങി. അവിടെ വെച്ചാണ് ഞാൻ ഫസൽ സാറിനെ പരിചയപ്പെടുന്നത്. കോച്ചിങ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു പൊസിഷൻ വെച്ച് കൊടുത്തിട്ട് ഈ പൊസിഷനിൽ നിങ്ങൾ അടുത്ത മൂവ് എന്ത് കളിക്കും, അപ്പോൾ അർഹാൻ അപ്പോൾ തന്നെ പൊസിഷൻ കാണിച്ചു കഴിഞ്ഞു. നമ്മൾ വച്ച് തിരിയുമ്പോൾ തന്നെ അർഹാൻ്റെ കളി കാണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സാധാരണ കുട്ടികൾക്ക് എഴുതിയെടുത്ത് പഠിക്കേണ്ട ഇതുണ്ട്, ചില ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ തന്നെ. ചെസ്സിന് 3 ഘട്ടമുണ്ട്: ഓപ്പണിംഗ്, മിഡിൽ ഗെയിം, എൻഡ് ഗെയിം. ഇത് 3ഉം ഒരു ആവറേജ് ലെവലിൽ എത്തിയാലാണ് നമുക്കൊരു ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റിൽ അവനെ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അർഹാനെ സംബന്ധിച്ച് അവനെ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. നമ്മളൊരു 2-3 പ്രാവശ്യം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോൾ ചോദിച്ചാലും അതിൻ്റെ നീക്കങ്ങളൊക്കെ അവന് അറിയാം. ഇപ്പം കളിച്ച് എങ്ങാണ്ട് 1550 അങ്ങനെ എന്തോ നല്ല റേറ്റിംഗ് ഉള്ള പക്വതയുള്ളൊരു ആളുടെ കൂടെ. ഇതൊരു വലിയ പയ്യൻ, എനിക്ക് തോന്നുന്നു 20 വയസ്സ് 22 വയസ്സുണ്ട്. ഇടയ്ക്ക് ഇവൻ ഈ കളി ജയിക്കുന്നുള്ളപ്പോൾ ഇവൻ്റെ ബോഡി മൂവ്മെൻറ്റ് മാറും. അപ്പം നമുക്കറിയാൻ പറ്റും ഇവൻ ജയിക്കുവാണോ തോക്കുവാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. കാരണം ഇവൻ ഇരിക്കുന്ന ഒരു സ്പെസിഫിക് സ്റ്റൈലിൽ ഇരുന്നിട്ട് ഇവൻ ആടും. ഇവൻ ജയിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ആട്ടം കൂടും, ഇവൻ തോക്കാൻ പോകണം ഇവൻ്റെ ആട്ടം കുറയും. പക്ഷെ അന്നത്തെ കളി കഴിഞ്ഞു പിന്നെ ഇവൻ ജയിച്ചിട്ട് വരുന്നത് പലപ്പോഴും ഉണ്ടല്ലോ ഭയങ്കര വിഷമിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരിക. അപ്പം നമ്മൾ ചോദിച്ചു തോറ്റു എന്ന് വരും. അപ്പോൾ പക്ഷേ ഇവൻ ജയിച്ചിട്ടുണ്ടാവും. ഇവൻ ചിലപ്പോൾ ചാടിത്തുള്ളി ഓടി വരുമ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കളി ഇവൻ ജയിച്ചിട്ടുണ്ട്, അപ്പോൾ തോറ്റിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇവനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ആരാണ് ഈ ഒരു സമ്മാനം മേടിച്ചാവേ? ഉറങ്ങണ്ട, അവന് കളിച്ചാൽ മതി, അതാണ് അവൻ്റെ ബഹളം. ഇപ്പം ഞാൻ തന്നെ. ബിനു തോമസിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്താ പറയുക ഈ കൊച്ചു മിടുക്കനെ കുറിച്ചല്ലേ? മിടുക്കനാണ്, ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് തന്നെ പറയാം. അരുൺ ശങ്കർ കൂടുതൽ വിശേഷങ്ങൾ പറയും. അരുൺ, 5 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, മിടുക്കനായിട്ടാണ് ചെസ്സ് കളിക്കുന്നത്. അതിലൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. അവൻ കളിച്ചിട്ട് ചില സമയം തോറ്റിട്ടാണ് വരുന്നതെങ്കിലും വളരെ ചിരിച്ച് ഉല്ലസിച്ച് വരും, ജയിച്ചിട്ടാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെ വരുന്നുള്ളൂ. അതും മികച്ചൊരു ക്വാളിറ്റിയാണ്, എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത്രയും മികച്ച രീതിയിൽ ചെസ്സ് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളെ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ കാറ്, അതോടൊപ്പം തന്നെ ചെറിയ ക്രിക്കറ്റ് ബാറ്റുകൾ അല്ലെങ്കിൽ ബോൾ, ഇവയൊക്കെ കൊണ്ടുള്ള കളികളൊക്കെ ആയിരിക്കും കുട്ടികൾ കളിക്കുന്നത്. പക്ഷേ അർഹാൻ എന്തായാലും അങ്ങനെയല്ല. അർഹാൻ്റെ കളി ചെസ് ബോർഡിലാണ്, ബുദ്ധി കൊണ്ടാണ് അവൻ കളിക്കുന്നത്. ഈ പ്രായത്തിൽ 4 വയസ്സുള്ളപ്പോഴാണ് ചേട്ടന് ഒരു ചെസ് ബോർഡ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അത് ആ ചെസ് ബോർഡിൽ അമ്മയും മൂത്ത ആളും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ കൗതുകത്തിന് പോയി നോക്കി നിന്നു. അപ്പോൾ അമ്മയ്ക്ക് വിചാരിച്ചിരുന്നത് ഒരു കുട്ടിയുടെ കൗതുകം, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറയുന്ന ഗൗരവേ അമ്മയും അച്ഛനും കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ പിന്നീടാണ് അവർക്ക് കാര്യം മനസ്സിലായി, ഇവൻ വിടാൻ കൂട്ടാക്കുന്നില്ല, എന്തായാലും ചെസ്സ് പഠിച്ചിട്ടേ അടങ്ങൂ എന്നുള്ളൊരു വാശി അവനുണ്ടായിരുന്നു. അവൻ തന്നെ ഒറ്റയ്ക്ക് ആ ചെസ് ബോർഡ് എടുത്ത് വെച്ച് കളിക്കുന്നതായിട്ട് പിന്നെ കണ്ടു. അങ്ങനെയാണ് അവർ പരിശീലനത്തിന് കൊണ്ടുപോകുന്നത്. പരിശീലനത്തിന് കൊണ്ടുപോയപ്പോഴും ഉള്ള കാര്യങ്ങൾ ഫസൽ സാർ പറയുന്നുണ്ട്. അതായത് അവിടെ കൊണ്ടു ചെന്നിരുത്തി ഓരോ കുട്ടികൾക്കും ഓരോ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇവനൊക്കെ അത് വളരെ വേഗം മൂവ്മെൻറ്റും അതിന് ശേഷമുള്ള മൂവ്മെൻറ്റും ഒക്കെ നടത്തും. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ ഈ മൂവ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുകയും അത് പഠിക്കുകയൊക്കെ ഉള്ള തിരക്കിലായിരുന്നു. പക്ഷേ ഇവൻ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ആ മൂവ്മെൻറ്റൊക്കെ നടത്തിയിട്ട് അവനോട് വെറുതെ ഇരിക്കും. അപ്പോൾ അത്രയും വേഗത്തിലാണ് അർഹാൻ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ആ കുട്ടിത്തത്തോടു കൂടി തന്നെയാണ് അവൻ കളിക്കുന്നത്. അച്ഛൻ പറയുന്നുണ്ട്, ഈ കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തോറ്റോ ജയിച്ചോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ മതി. ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഉറപ്പിച്ച് തോറ്റു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ജയിക്കാൻ പോകുന്ന കളിയാണെങ്കിൽ അവനിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അവൻ അങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവൻ്റെ ആ ജയം അവൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ഈ കുട്ടി ഒരു
മികച്ച കളിക്കാരനായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ പ്രായത്തിൽ ഇപ്പോൾ 5 വയസ്സ് കഴിഞ്ഞ് 9 മാസമായിട്ടുണ്ട്. ഈ പ്രായത്തിൽ ആ കുട്ടിക്ക് ഇത്രയും നന്നായി കളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അതും ഈ മത്സരിച്ച മത്സരങ്ങളിലൊക്കെ തന്നെ അവനേക്കാൾ ഉയർന്ന പ്രായത്തിലുള്ള, അതും പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടി, 20 അതിന് മുകളിലുള്ള പ്രായത്തിലുള്ളവരുമായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും അവൻ മികച്ച ഒരു ഭാവി വാഗ്ദാനമാണ്. തീർച്ചയായും അത് ഉറപ്പാണ് അരുൺ. എന്തായാലും മികച്ച രീതിയിൽ കളിച്ചിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ അർഹാന് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ശരി അരുൺ.